സിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും പാട്ടുത്സവത്തിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പാട്ടുത്സവത്തിൽ നമുക്ക് അതിഥിയായി വന്നിട്ടുള്ളത് കലാഭവൻ മണിച്ചേട്ടന്റെ ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ കൂടി വേദികളിൽ ശ്രദ്ധേയനായ കലാകാരൻ ശ്രീ സിൻഡോ ചാലക്കുടിയാണ്. നമസ്കാരം സിൻഡോ ചേട്ടാ. നമസ്കാരം. ശരിക്കും കലാഭവൻ മണിച്ചേട്ടൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഫീലാണ് സിൻഡോ ചേട്ടൻ എങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നത്. എന്താണ് സിൻഡോ ചേട്ടനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ പ്രേക്ഷകരുടെ അടുത്ത് സിൻഡോ ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി മുരുങ്ങൂര് സ്വദേശിയാണ്. സിൻഡോ ചാലക്കുടി എന്നാണ് പേര്. ചെറിയൊരു നാടൻ പാട്ട് കലാകാരനാണ്. അതുപോലെ തന്നെ മിമിക്രി, ചെറുതായിട്ട് മിമിക്രി എന്നൊരു മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. വീട്ടില് 4 മക്കള്, അപ്പച്ചൻ, അമ്മച്ചി, ഞങ്ങളുടെ ഒരു കുഞ്ഞു കുടുംബമാണ്. അപ്പച്ചൻ ഇന്നില്ല, അപ്പച്ചൻ മരിച്ചുപോയി. പിന്നെ അമ്മ, ചേച്ചിമാര്, ഞാന്. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് വിദ്യ എന്നാണ്. ചാലക്കുടി പോട്ട സ്വദേശിയാണ്. മണിച്ചേട്ടന്റെ പാട്ടുകളാണോ കൂടുതലും വേദിയിൽ മണിച്ചേട്ടന്റെ പാട്ടുകളാണ്? അതെ, ഓക്കെ. ആ ഫിഗറിലാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു അല്ലേ? കാരണം ആ ഒരു കാഴ്ചയിൽ തന്നെ മണിച്ചേട്ടൻ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വന്നിട്ടുള്ള ഒരു ഫീലാണ്. ഞാന് ചെറുപ്പം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ്. കേട്ടതും പാടി പഠിച്ചതും പാടിയിട്ടുള്ളതും ഭൂരിഭാഗവും മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും അനുകരണം അതന്നെ. മണിച്ചേട്ടന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി അത് നടക്കാനും പോവാത്ത ഒരു കാര്യമായിട്ട്. ഞാൻ കാര്യം ചാലക്കുടിയിലെ വീടെങ്കിലും ആകെ ഒരു തവണ മണിച്ചേട്ടൻ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര രസമുള്ള കണ്ടുകൊണ്ടില്ലായിരുന്നു. പറയൂ, ആ എക്സ്പീരിയൻസ് ഒക്കെ പറയൂ. ഇല്ല, അത് ചുമ്മാ ഞങ്ങള് ഞായറാഴ്ച ഇങ്ങനെ കൂട്ടുകാരന്മാരെ കൂടി ഒരുമിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാണ്. അപ്പോ എന്റെ കൂട്ടുകാരന്റെ ഒരു സുഹൃത്ത് മണിച്ചേട്ടന്റെ തൊട്ട് അയൽവക്കാണ്. അപ്പൊ അവൻ പറഞ്ഞു ഇപ്പൊ വീട്ടിലുണ്ട്. ഫോൺ വിളിച്ചു ചോദിച്ചപ്പോ ഇപ്പൊ വീട്ടിലുണ്ട്, വന്നാ കാണാന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെ പുറമേ നിന്ന് പറഞ്ഞ ആരെയും മണിച്ചേട്ടന്റെ വീട്ടിലിങ്ങനെ നിന്ന് സംസാരിക്കാറില്ല. പാടിയിലേക്ക് വരുത്തിയിട്ട് പാടിയിൽ നിന്ന് സംസാരിക്കാറൊക്കെ. ഞങ്ങൾ ചെല്ലുമ്പോ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു. പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു. ഉമ്പായി കുച്ചാണ്ടൊക്കെ പാടി കേൾപ്പിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇങ്ങനെ പുതിയ എന്നിട്ട് പറയാ ചാലക്കുടിയിൽ നിന്ന് ഇങ്ങനെ കലാകാരന്മാർ ഉണ്ടാവട്ടെ, അടിപൊളിയാവട്ടെ എന്നൊക്കെ പറഞ്ഞു. ആളുടെ പ്രോഗ്രാമുകള്, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോ അപ്പൊ വരാനൊക്കെ പറഞ്ഞു, പാടിയിലേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിച്ചിട്ട് നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. അവിടെ തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വന്നേ. മണിച്ചേട്ടന് ആദ്യമായി ആ പാടി കൊടുത്ത ആ പാട്ടിന്റെ 2 വരി ഒന്ന് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാടാം. അത് മണിച്ചേട്ടൻ ഒരുപാട് വേദികളില് ഒരുപാട് സങ്കടത്തോടെ പാടിയിട്ടുള്ള പാട്ടുകൂടിയാണ്. ഉമ്പായി കുച്ചാണ്ടി പാണങ്കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്യാലി എന്റെ കൊടല് കത്തണുമാ പ്രാണം പടഞ്ഞിട്ട് ദൈവ ഓണം വളർക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായി ടച്ചൻ കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തെന്റെ അമ്മയും പൂക്കളിട്ടു, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ടും പൂക്കളിട്ടു. ഉമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ ആദ്യം ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരുന്നത്? തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ബാലേട്ടൻ മോളലടി. കാട്ടിലെ കാട്ടാനാന്ന് ക്യാസറ്റിന്റെ പേര് കേട്ടിട്ടില്ല. അപ്പോ ബാലേട്ടൻ മോളലടി ആ പാട്ട്
പൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. ശരിക്കും ആ മണിച്ചേട്ടന്റെ ആ ഒരു ടോണൊക്കെ അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നെന്ന് തോന്നണു അല്ലെ. ഒരു മുക്കാൽ ഭാഗത്തോളം ഇമിറ്റേഷൻ തന്നെയാണ്. അതെ, ആഹാ, ഇല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആ കഥ നമുക്ക് തുടർന്ന് പോവാം. നമ്മുടെ ആ കൂട്ടുകാരനാണ്. അത് എല്ലാവർക്കും ബാക്കിൽ എന്താ പറയാ ഒരു ശക്തി എന്നൊക്കെ പറയാനുണ്ട്. ആൺകുട്ടികളൊക്കെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ. അപ്പൊ ഞാൻ ഈ പണി സൈറ്റിലെ കലാകാരനാണ്. അതായത് ഫുൾ ടൈം ഒക്കെ എന്താ പറയാ എന്തെങ്കിലും പാട്ട മിമിക്രിയോ എന്തെങ്കിലും കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു ഓണത്തിന് അവൻ തന്നൊരു അവസരത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഒരുപാട് അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അവസരമായി പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ സ്റ്റേജിൽ കയറി നിന്നൊരു അവസരം. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിച്ചാന്റെ റിലേറ്റീവ് കൂടിയാണ് അവൻ. അപ്പൊ ഞാനിങ്ങനെ മിമിക്രി ഒക്കെ ചെയ്യണമെന്ന് കണ്ടുകഴിഞ്ഞപ്പോ അവൻ ഇങ്ങനെ ഒരു ഓണത്തിന്റെ ആഘോഷ പരിപാടിക്ക് എന്നോട് ചെയ്യുമെന്ന് വെച്ചപ്പോ നമ്മളപ്പോഴത്തെ ഒരു സ്പിരിറ്റിൽ ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇവൻ പേര് കൊടുക്കുന്നു വിചാരിച്ചിട്ട് പറഞ്ഞല്ല. പക്ഷെ എന്റെ പേര് വിളിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി ചെയ്തു. പിന്നെ അവിടുന്ന് ചാലക്കുടിയിൽ ഒരു വേദി കിട്ടി. അങ്ങനെ അവിടെ വെച്ചിട്ട് സ്കിറ്റ് കളിക്കാൻ വന്ന 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, ഞാനവിടെ പാട്ട് പാടാൻ ചെന്നിട്ട് അന്ന് പെൻഡ്രൈവ് വർക്ക് ചെയ്തില്ല. അപ്പൊ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പന്തം കണ്ട പരിചയയുടെ പോലെ നിൽക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 2 മിമിക്രി ചെയ്യാം, എനിക്ക് എന്റെ പെൻഡ്രൈവ് വർക്ക് ചെയ്തതുകൊണ്ട് പാട്ട് പാടാൻ പറ്റില്ല എന്ന്. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി മിമിക്രി ചെയ്തു. അപ്പൊ മണിച്ചേട്ടന്റെ പഴയ ദിഗാഡ് സിനിമയിലെ ഒരു കാട്ടുകുറുമ്പത്തി കരിനീല കണ്ണാളെ നിന്റെ കാട്ട് കല്യാണത്തിനു പെണ്ണ് നാള് കുറിച്ചല്ലോ ഒരു ഇതുണ്ടായിരുന്നു പഴയൊരു, അത് ചെയ്തു. പിന്നെ 1-2 താരങ്ങളൊക്കെ ചെയ്ത് സ്റ്റേജിന്റെ ബാക്കിലേക്ക് സ്കിറ്റ് കളിക്കുന്ന ചേട്ടന്മാരെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. കാര്യം പണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിനിമാ താരം വന്ന പവറായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റുകൾ വന്നത്. അതൊന്ന് തൊടാനൊക്കെ കൊതിയും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ലൈവായിട്ട് ഇതുവരെ കോമഡി സ്കിറ്റുകൾ കാര്യങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അവരോട് സംസാരിക്കുന്നത് അവിടുത്തെ അതിലത്തെ ഒരു ചേട്ടനാണ് എന്നോട് പറഞ്ഞങ്ങനെ, മണിച്ചേട്ടന്റെ ശബ്ദം നന്നായിരുന്നു നീ ചെയ്തത്, അപ്പൊ ഫിഗറും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഫിഗർ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴും ശ്രമം തന്നെ. ഇപ്പോഴും ഞാൻ വലിയ കാര്യത്തില് അതുമേക്ക് എത്തിയിട്ടൊന്നുമില്ല, എന്നാലും ശ്രമമാണ്, ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എത്ര വേദികൾ ഇപ്പൊ ചെയ്തു? ഒരുപാട് വേദികൾ ചെയ്തായിരുന്നു ശരിക്കും. കാരണം മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ഇത് അവസാനിക്കില്ല. ഏത് വേദി ഉണ്ടെങ്കിലും മണിച്ചേട്ടന്റെ പാട്ടെങ്കിലും തീർച്ചയായിട്ടും. അപ്പൊ ജനങ്ങൾ അത്ര ഏറ്റെടുത്ത് വലിയൊരു കലാകാരനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ അനുകരിക്കാൻ പറ്റിയത് തന്നെ ദൈവാനുഗ്രഹമാണ്. അദ്ദേഹം ഇല്ലാത്തത് ഒരു തീരാ നഷ്ടം കൂടിയാണ്. ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്നും സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത വലിയ വലിയ വേദികളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പുറമേയൊക്കെ പ്രോഗ്രാംസിനായിട്ട് പോവാറുണ്ടോ? ഞാന് ഇന്ത്യ വിട്ട് പോണത് തന്നെ അത് മണിച്ചേട്ടന്റെ പേരിലാണ് പോണത്. അതൊക്കെ നല്ലൊരു അച്ചീവ്മെന്റ് അല്ലേ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഈ കലാഫീൽഡിലേക്ക് വന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ പാട്ടും മിമിക്രി പരിപാടിയായിട്ട് വന്നില്ലെങ്കിൽ എന്തായിരിക്കും അടുത്തൊരു സെക്ഷൻ എന്തായിരിക്കും? ചെറുപ്പത്തില് കുട്ടികളോട് ചോദിക്കില്ലേ വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കണ പോലെ ഞാൻ വല്ല ടൈലോണിക്കൊക്കെ പോയിട്ട് കിടക്കുള്ളൂ. അത് കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാഫീൽഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ടിവിയിലൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ഒരു വേദിയിൽ പങ്കിടാന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ പങ്കിടാനായിട്ടും സാധിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ ശരിക്കും കോട്ടയം നസർഖാന്റെ ടീമിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും എല്ലാ ടീമുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനലിലൊക്കെ കണ്ടിട്ട് ഒന്ന് കണ്ടെങ്കിൽ ഒരു ക്ഷയിക്കാണ്ട് കൊടുക്കാന്നൊക്കെ വിചാരിക്കണം. അവരൊപ്പം ഒക്കെ വേദി ചെയ്യാനുള്ള അവസരം അതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അടുത്തത് ഇനി ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുന്നത്? ഞാന് മണിച്ചേട്ടൻ തന്നെ പാടിയ MLA മണി 10ാം ക്ലാസ് കൂസി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ അമ്പലക്കുള കടവിൽ വെച്ചോ എന്നിട്ട് നല്ലൊരു ഒരു നാടൻ ശൈലിയിലുള്ള ഒരു പാട്ടാണത്. മണിച്ചേട്ടന്റെ പാട്ട് എല്ലാം നാടൻ പാട്ടാണ്. പക്ഷെ ഈ ഒരു പാട്ട് അമ്പലപ്പുഴ കടവിൽ വെച്ചോ, ആ ഒരു പ്രത്യേക ഒരു അമ്പലത്തില് പ്രേമിച്ചുള്ള കല്യാണമായിരുന്നോ? എന്റെയാണോ? സിൻഡോജന്റെ. മാജിക് ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം പാട്ടുകളിലൂടെ അച്ഛാ ബാലേട്ടൻ മോള് ആദ്യം പാടിയ പാട്ട്, പിന്നെ ഇപ്പൊ ഈ അമ്പലക്കുള എല്ലാ പാട്ടുകളും പ്രണയഗാനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലും പുള്ളി പാടിയ പ്രണയം. പിന്നെ ചില പാട്ടുകൾ ഭയങ്കര രസം നമുക്ക് കേട്ടിരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ്. അതുപോലെ അമ്പലക്കുള കടവിൽ വെച്ച പാട്ട് മണിച്ചേട്ടൻ അനുകരിക്കുന്നവരിൽ ഏറ്റവും ആദ്യം എടുത്ത് പാടിയത് ഞാനാണ്. അത് 2017 നമ്മുടെ കൈരളി ചാനലിൽ സെൽഫി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതില് അന്ന് ആ സ്റ്റേജില് എന്റെ കൂടെ ഇരുന്നവരെല്ലാം മണിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളും മാനേജർ അങ്ങനെ മണിച്ചേട്ടന്റെ വേണ്ടപ്പെട്ട
ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്നാണ് ഈ പാട്ട് ആദ്യമായിട്ട് പാടണത്. അപ്പൊ ആ പാട്ട് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ആ പാട്ട് ആരും എടുത്ത് പാടി ഞാൻ കണ്ടിട്ടുണ്ടായില്ല. കണ്ടിട്ടില്ല. അപ്പൊ TCB പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു പാട്ട് കേട്ടു. അമ്പലക്കുള്ള കടവിൽ വച്ചോ ഉണ്ടക പടവരമ്പിൽ വച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ട് ചമ്പക ചന്തം നല്ല നാട്ടു മഞ്ഞളിൻ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂവേ. അമ്പലക്കുള്ള കടവിൽ വച്ചോ മുണ്ടക പടവരമ്പിൽ വച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. അടിപൊളിയായിരുന്നു. മണിച്ചേട്ടന്റെ ആ ഒരു പാട്ടുകൾക്ക് ശരിക്കും ഒരു പ്രണയം തോന്നുന്ന വിധത്തിലുള്ള പാട്ടുകളാണല്ലേ? തീർച്ചയായിട്ടും ഉള്ള എല്ലാ പാട്ടുകളും, തീർച്ചയായിട്ടും ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും ഒരു എന്താ പറയാ, മണിച്ചേട്ടന്റെ ഹിറ്റ് ആയിട്ടുള്ള എല്ലാ പാട്ടുകളും പ്രണയഗാനങ്ങളും. അതെ അതെ. ആള് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പ്രണയഗാനത്തിന്റെ ഒരു പ്രത്യേക നാടൻ പാട്ടിനെ തന്നെ വേറൊരു ശൈലി കൊണ്ടുവന്നാണ് മണിച്ചേട്ടൻ. അതെ അതെ. ശരിക്കും മണിച്ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു നാടൻ പാട്ട് എന്ന് പറഞ്ഞ ഒരു കലാരൂപം, അല്ലെങ്കിൽ നാടൻ പാട്ട് സമിതി കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് താന്ന് നിന്ന് പോണ സമയത്തായിരുന്നു മണിച്ചേട്ടൻ കാസറ്റുകളൊക്കെ ഇറക്കി വലിച്ചു പോയി കൊണ്ടുവരാന്നൊക്കെ പറയില്ലേ. ഇന്ന് എത്ര നാടൻ പാട്ട്. അതെ അതെ. ഒരുപാട് ഫോക്ക് ടീമുകൾ തന്നെ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലും ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ മണിച്ചേട്ടന്റെ ഒരു ശബ്ദം ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി, സിനിമ ഡയലോഗ് മണിച്ചേട്ടന്റെ. ഞാന് ഒരുപാട് മണിച്ചേട്ടന്റെ എല്ലാ മാനറസും ചെയ്യും. അത് എനിക്ക് ഈ സെന്റിമെന്റ്സ് മാത്രം പിടിക്കാൻ പറ്റില്ല. വാസന്തി ലക്ഷ്മി പോലത്തെ കാര്യങ്ങളൊന്നും നമ്മളടുത്ത് ഓടൂല. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. മണിച്ചേട്ടൻ ഏറ്റവും ആദ്യം എന്റെ ഒരു അറിവ് ഉണ്ട്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ദബുദ്ധിയായിട്ട് അഭിനയിച്ചൊരു സിനിമ അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന സിനിമയുണ്ട്. ആ സീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാവിന്റെ മുകളിൽ മണിച്ചേട്ടന് പ്ലാവിലത്തൊപ്പിയൊക്കെ വെച്ചിട്ട് കയറി താഴെ ഫിലോമിന് ചേച്ചിയും കുറച്ച് പിള്ളേരുകളൊക്കെ കൂടി വന്നിട്ട് ഫിലോമിന് ചേച്ചിയും വിളിക്കുന്നത്, ഈയിടെ നിന്നോട് പറഞ്ഞ താഴേക്കിറക്കാൻ ഒരു കോല് കുത്തി ചാടിക്ക് ഫിലോമിന ചേച്ചി മണിച്ചേട്ടൻ മേളിൽ നിന്ന് തിരിച്ചു പറഞ്ഞ ഡയലോഗ്, അമ്മച്ചി എന്നെ കോലുകൊണ്ട് കുത്തിയ ഞാൻ അമ്മച്ചിയുടെ തലയില് തൂപ്പിതും, പിന്നെ അമ്മച്ചി എന്നെ കോലുകൊണ്ട് കുത്തിയ ഞാൻ അമ്മച്ചിയുടെ തലയില് മൂത്രം ഒഴിച്ചു. അലിയ എനിക്ക് മോത്തരി കാണുന്നലിയ, ഞാൻ ഇതുവരെ മോത്തരി കണ്ടിട്ടില്ലലിയ. താവത്തേത്തോ ഓതങ്ങാണ് എനീറ്റനില്ലേ അലിയ പോത പറ്റി. അടിപൊളി. ശരിക്കും നമ്മുടെ പ്രേക്ഷകര് ഇപ്പൊ കലാഭവൻ മണി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. ശരിക്കും മരിച്ചു എന്ന് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഉറപ്പ് വരുത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് ശരിക്കും. അല്ല, ഞങ്ങള് ചാലക്കുടിക്കാർക്കും എന്നല്ല, മലയാളികൾക്ക് ഒട്ടുമിക്കവർക്കും ആള് വിട്ടുപോയിട്ടില്ല, ഇപ്പോഴും ഡെയിലി മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കാൻ പറ്റും. ഏതെങ്കിലും വഴിക്ക് പോകുമ്പോ എങ്ങനെ രണ്ടുപേരും കേൾക്കും, പാട്ട് കേൾക്കും. അയ്യോ. അതെ. മണിച്ചേട്ടൻ അല്ലാതെ വേറെ ആരൊക്കെ ശബ്ദങ്ങളാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ശരിക്കും ഞാൻ പഠിച്ചു വെച്ചിരുന്നത് മിമിക്രിയോടുള്ള താല്പര്യം കൊണ്ടൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറ്റേ പണിസൈറ്റിൽ കലാകാരൻ. അപ്പൊ അന്നാളോടി പഠിച്ചു വെച്ചിരുന്ന കുറച്ച് സാധനമുണ്ട്. ഒരു 10-26 ഉണ്ടായിരുന്നു. പിന്നെ ഞാന് സ്റ്റേജിൽ നമുക്ക് മണിച്ചേട്ടന്റെ പാട്ടുകൾ കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. കാരണം മിമിക്രിക്ക് പോലും നമ്മളെ സെക്ഷനിലേക്ക് കൊണ്ടുവരില്ല. 3-4 സെക്ഷൻ മണിച്ചേട്ടന്റെ പാട്ട് മാത്രമായിട്ട് അങ്ങോട്ട് കുറെ പ്രാക്ടീസ് ഓറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കയ്യിൽ നിന്ന് പോയെങ്കിലും അറിയാവുന്ന 1-2 താരങ്ങളെ ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഇനി ചെയ്യാൻ പോണത് പൊക്കമില്ലായ്മ. എന്റെ പൊക്കം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയില് ഗിന്നസ് വരുത്തിയൊരു താരമുണ്ട് നമ്മുടെ പക്രുചേട്ടൻ, നമ്മുടെ അജയേട്ടൻ. പക്രുചേട്ടന്റെ അത്ഭുത സിനിമയിലെ ഒരു ചെറിയൊരു ഡയലോഗ് പറയാം. എടാ എടാ ഗന്ധർവ, എടാ പട്ടി, എന്റെ രാധയുടെ തട, രാധേ നിന്റെ ഗജേട്ടൻ വിളിക്കുന്ന രാധേ, ഇറങ്ങി വരാതെ തല പൊട്ടി തെറിക്കണി തെറിക്കട്ടാ. മാതുല, യുദ്ധം വേണം മാതുല, വെറും ഗജതനല്ല, ജഗജാലകില്ലാടി ഗജേന്ദ്രൻ. അടിപൊളി അടിപൊളി. ക്ലിയർ ആണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇല്ല, കേൾക്കുന്ന പ്രേക്ഷകർക്കും എന്നെ പോലെയുള്ളവർക്കൊക്കെ ശരിക്കും ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഇതൊക്കെ. സാധിക്കില്ല. എല്ലാവരും മിമിക്രിക്കാരാണ്. പിന്നല്ലാണ്ട് അടുത്തൊരു താരത്തിലേക്ക് പോകും. അതായത് ഇനിയിപ്പോ ചെയ്യുമ്പോൾ നമ്മുടെ മീശമാധവൻ സിനിമയില് സുഗുണൻ എന്ന ക്യാരക്ടർ ചെയ്ത നമ്മുടെ ദിലീപേന്റെ കൂട്ടാനായിട്ട് അഭിനയിച്ച ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ഒരു ഡയലോഗാണ്. ഇതേ സിനിമയിലെ തന്നെ മറ്റേ ഒരു പുഴക്കടവില് കാവ്യമാധവൻ കുളിക്കാൻ പോകുമ്പോൾ ദിലീപിന്റെ പ്രണയപ്രവർത്തന പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിനകത്തൊരു കുഞ്ഞിക്കൊരു ഡയലോഗ് ഉണ്ടോ, അത് ചെന്നിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിന്ന് ചെറിയൊരു സൗണ്ടാണ് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരാണ്. എന്ത് രസമായിരുന്നു എന്നൊക്കെ. സ്കൂള് പൊട്ടുമ്പോ കുറുപ്പം ഭാഷന്റെ മാവില് ചക്കര മാമ്പഴം പഴുത്തും കിടക്കും.
ഒരു ദിവസം രുക്മണിക്ക് മാമ്പഴം വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോ മാധവൻ മാവിൽ വലിഞ്ഞു കയറി. മാവിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. പുളിയുറുമ്പ് അടിച്ചവൻ താഴെ വീണിട്ടും 2 ചക്കര മാമ്പഴം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മണിക്ക് ഓർമ്മയില്ലേ? അടിപൊളി അടിപൊളി. ഇനി വേറെ ഏതാണ് നമുക്ക്? ഞാന് മണിച്ചന്റെ വേറൊരു വെറൈറ്റി കൂടി ചെയ്യാം. അതായത് ഇതുവരെ ആരും അനുകരിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് തമിഴ് സിനിമാ ലോകത്തിന്റെ ഞെട്ടിച്ചൊരു വില്ലനാണ് തേജ. ജെമിനി സിനിമ തമിഴ് പടത്തിൽ. അപ്പൊ അതില് മണിച്ചേട്ടൻ ഒരുപാട് മൃഗങ്ങളുടെ മാനേഴ്സ് ഒക്കെ കാണിക്കും. അതില് എനിക്ക് മകുടി ഊതണ ഒരു സീൻ കാണിക്കുന്നുണ്ട് മണിച്ചേട്ടന്റെ. അപ്പൊ ആ ഒരു തമിഴ് ഡയലോഗ് ചെയ്യാൻ മണിച്ചേട്ടൻ. അതായത് അത് നമ്മുടെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും സിനിമയിലെ തമിഴിലേക്ക് ആകുമ്പോ വിക്രം സാറാണ് അഭിനയിച്ചായിരുന്നു. അപ്പൊ കാശി എന്നാണ് വിക്രം സാറിന്റെ പേര്. അപ്പൊ അതിനകത്ത് 2 പേര് കഴിഞ്ഞിട്ടുണ്ട് ഡയലോഗാണ്. അതായത് புண்ணியம் தேடி காசிக்கு போனா இந்த உலகத்திலே இந்த காசிய தேடி யாரு வருவா இந்த உலகத்திலே நீங்க பெரிய ஆளுங்கப்பா, நான் உன் வழிக்கு இன்னும் வராம இருக்க ஒரு கண்டிஷன். அந்த டிஜிபி கிட்ட போய் சொல்லு பாம்புக்கு மகுடி ஊதிட்டு இருக்கான். பாம்புக்கு காது கேட்காது, இன்னைக்கு ஒரு நாள் பொட்டுன்னு போட்டுருவா. ഞാനും പാമ്പ് മാരിതാണ്. സൂപ്പർ. ശരിക്കും നിങ്ങളെ പോലെയുള്ള കലാകാരന്മാരിലൂടെ ഇന്നും മണിച്ചേട്ടൻ ജീവിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് കേരളത്തില് കാസർഗോഡ് വഴി തിരുവനന്തപുരം വരെ തപ്പി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് തട്ടിട്ട് നടക്കാവില്ല, അതേമാതിരി ഉണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളെ പോലുള്ള കുഞ്ഞു കലാകാരന്മാരാണ് ശരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും ആ മണിനാഥ് ഇങ്ങനെ നിലയ്ക്കാതെ മുഴക്കിക്കൊണ്ടിരിക്കണം. ഇനി ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടിത്തരാം? മണിച്ചേട്ടന്റേതല്ലാത്ത മറ്റേതൊക്കെ ടൈപ്പ് പാട്ടുകളാ പാടാറ്? ഞാൻ സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാമിന് മണിച്ചാണ്ട പാട്ടുകളാണ് ഭൂരിഭാഗം പാടാറ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു പാട്ട്? തീർച്ചയായും. നമ്മള് എല്ലാ ഫംഗ്ഷനും നമ്മൾ ഈ പറഞ്ഞ കിട്ടി പോയി പോയതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് മാരേജ് ഫംഗ്ഷൻ, റിസപ്ഷൻ പോലത്തെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ മാറ്റി പാടാറുണ്ട്. അതില് ഒരു തമിഴ് സോങ് കേൾക്കാം നമുക്ക്. ഇപ്പൊ പാട്ടും പാടാവുന്നത് സിൻഡോ ഇപ്പൊ തെളിയിച്ചു. അപ്പൊ ഒരുപാട് വേദികള് സിൻഡോ ഇനിയും കിട്ടട്ടെ. മണിച്ചേട്ടന്റെ ഫിഗർ വെച്ച് മണിച്ചേട്ടന്റെ ശബ്ദത്തില് ഒരുപാട് വേദികള് നമ്മുടെ കേരളത്തിലും ലോകമെമ്പാടും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. ഇനി നെക്സ്റ്റ് പ്രോഗ്രാമുകളൊക്കെ എന്താണ്? ഇനിയിപ്പോ ഞാൻ നിലവിലിപ്പോ ഞങ്ങളൊരു ആൽബത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ടൈറ്റിൽ ഇട്ടല്ല എന്ന രസം. അത് മണിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഞാൻ മണിച്ചേട്ടന്റെ വരുന്നത് ഇപ്പൊ ഒരു മണിമുത്ത് എന്ന് പറഞ്ഞ ആൽബം ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് ഒരു 3 ആൽബത്തോളം പാടി, സ്വന്തമായിട്ട് പാടിയൊക്കെ അഭിനയിച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കേട്ടോ, രസമായിട്ടുണ്ടായിരുന്നു പോകുന്നു. പിന്നെ ഒരു പുതിയൊരു പടത്തിന്റെ വർക്കും കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു കാര്യങ്ങളൊക്കെ. അതെ. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കലാഭവൻ മണി എന്ന ആ ഒരു മഹത് വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു സിൻഡോ ചാലക്കുടി. അതിൽ നമ്മുടെ TCV പ്രേക്ഷകർക്ക് ഒപ്പം പാട്ടുത്സവത്തിന്റെ കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോ ലാസ്റ്റ് ഒരു മണിച്ചേട്ടന്റെ പാട്ടോട് കൂടി നമുക്ക് ഈ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട് TCVയുടെ പ്രോഗ്രാമിലേക്ക് വരാൻ കഴിഞ്ഞതിൽ. എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇത്ര നേരം എന്നെ ആസ്വദിച്ച പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇളയ കലാകാരന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും മണിച്ചേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്ക്, അത് വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ സിനിമയിലെ കാട്ടിലെ മാനിന്റെ തോൽ ആ പാട്ടും, അതേപോലെ തന്നെ അന്ധനായിട്ട് അഭിനയിച്ച മറ്റൊരു സിനിമയാണ് അനന്തഭദ്രൻ.
താളമിടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട. താളമിടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട. കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട, ദേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട. കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട, ദേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. ചെണ്ട മലമല്ലൂയ തക തക മലമല്ലൂയ. മലമല്ലൂയ തക തക മലമല്ലൂയ. പള്ളത്തി വന്നെ കണ്ണിറുക്കന്നെ മലമല്ലൂയ. പള്ളത്തി വന്നെ പള്ളു പറഞ്ഞേ മലമല്ലൂയ. ആയ് മലമല്ലൂയ തക തക മലമല്ലൂയ. മലമല്ലൂയ തക തക മലമല്ലൂയ. മലമല്ലൂയ തക തക മലമല്ലൂയ. മലമല്ലൂയ തക തക മലമല്ലൂയ. ഒന്നും പറയാനില്ല. ഒരുപാട് വേദികളിലൂടെ ഇനിയും പ്രേക്ഷകർക്ക് മണിച്ചേട്ടന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് സിൻഡോ ചാലക്കുടിയുടെ ശബ്ദത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചാലക്കുടിയിൽ നിന്ന് വന്ന സിൻഡോ ചേട്ടനായിരുന്നു ഇന്നത്തെ നമ്മുടെ അതിഥി. മണിച്ചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കാനായിട്ട് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് സാധിച്ചു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.